കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിറന്നാൾ ആഘോഷത്തിന് പണം നൽകാത്തതിനെ തുടർന്നായിരുന്നു ക്രൂരപീഡനം നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. റാഗിംഗ് അറിഞ്ഞില്ല എന്ന പ്രിൻസിപ്പലിന്റെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. റാഗിംഗ് നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് വീണ ജോർജ് പറഞ്ഞു. കോളേജിലേക്ക് KSU SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഡിസംബർ 13-ാം തീയതിയാണ് ക്രൂരമായ പീഡനം നടന്നത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രതികൾ പണം ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതാണ് പ്രതികളെ ചൊടിപ്പിച്ചത്. തുടർന്നായിരുന്നു ക്രൂരമായ പീഡനം. കസ്റ്റഡിയിലുള്ള പ്രതികൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടെ റാഗിംഗ് അറിഞ്ഞില്ലെന്ന കോളേജ് പ്രിൻസിപ്പലിന്റെ വാദം ആരോഗ്യമന്ത്രി തള്ളി. വിദ്യാർത്ഥികൾക്കെതിരായ നടപടി സസ്പെൻഷനിൽ അവസാനിക്കില്ലെന്നും മന്ത്രി. അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സസ്പെൻഷന് തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. മറ്റൊരു തരത്തിൽ കാണില്ല. അത് തെറ്റ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ പ്രതികൾക്ക് SFIയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ജനാധിപത്യപരമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത, ഒരു സംഘടനാ പ്രവർത്തനവും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്ന ഒരു ക്രൂരകൃത്യം, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ SFI ആക്കി മാറ്റാൻ വേണ്ടി വലിയ ശ്രമം നടക്കുക. ചില കുളങ്കലക്കികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ പൊതുസമൂഹം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KSU SFI പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. കോളേജ് അധികൃതരെയും പ്രതിചേർത്ത വിശദമായ അന്വേഷണം നടത്തണമെന്ന് UDF നേതാക്കളും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 24 കോട്ടയം.